കുടുംബം എന്ന മനോഹരമായ ചട്ടക്കൂടിന്റെ ഭദ്രത എന്നത് ദമ്പതികൾക്കിടയിലെ സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലുമാണ് നിലനിൽക്കുന്നത്. തനിക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് നൽകുന്ന പങ്കാളിയോട് കാണിക്കുന്ന നന്ദി ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നതനുസരിച്ച് കുടുംബത്തിന്റെ സാമ്പത്തികവും ശാരീരികവുമായ എല്ലാ സുരക്ഷയും ഒരുക്കേണ്ട ഉത്തരവാദിത്തം പുരുഷനാണ്. തന്റെ കഴിവിനപ്പുറം കഠിനാധ്വാനം ചെയ്ത് പ്രിയപ്പെട്ടവർക്കു വേണ്ടി വിയർപ്പൊഴുക്കുന്ന ഭർത്താവിനെ അംഗീകരിക്കാനും അദ്ദേഹത്തോട് നന്ദിയുള്ളവരായിരിക്കാനും ഓരോ ഭാര്യയും കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഭർത്താവിന്റെ സേവനങ്ങളെയും കഷ്ടപ്പാടുകളെയും വിസ്മരിക്കുകയും എപ്പോഴും പരാതികൾ പറയുകയും ചെയ്യുന്ന പ്രവണത വലിയൊരു വീഴ്ചയായിട്ടാണ് ഇസ്ലാം കാണുന്നത്. സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കുമെങ്കിലും നന്ദികേട് എന്ന സ്വഭാവം അവളെ അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് അകറ്റിയേക്കാം. നന്ദിയുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുക എന്നത് കേവലം ഒരു മര്യാദ മാത്രമല്ല, മറിച്ച് അത് വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണെന്ന് ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മദീനയിലെ പള്ളിയിൽ മുസ്ലിംകൾ ഒത്തുചൂടിയിരിക്കുകയാണ്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു ഉപദേശം എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതായിരുന്നു. നരകത്തിലെ കാഴ്ചകളെക്കുറിച്ച് വിവരിച്ചപ്പോൾ അതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണെന്ന് അവിടുന്ന് പറഞ്ഞു. ഈ വാക്കുകൾ കേട്ടപ്പോൾ അവിടെയുണ്ടായിരുന്നവർക്ക് വലിയ വിഷമമായി. ഉടനെ തന്നെ അനുചരന്മാരായ സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അവർ അള്ളാഹുവിനോടാണോ ഈ നന്ദികേട് കാണിക്കുന്നത്? എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു, അല്ല, അവർ തങ്ങളുടെ ഭർത്താക്കന്മാരോടാണ് നന്ദികേട് കാണിക്കുന്നത്. ഒരു പുരുഷൻ തന്റെ ആയുഷ്കാലം മുഴുവൻ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുന്നു. എന്നാൽ എന്നെങ്കിലും ഒരിക്കൽ അവൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അവനിൽ നിന്നുണ്ടായാൽ ഉടനെ തന്നെ അവൾ പറയും, നിങ്ങളിൽ നിന്ന് എനിക്ക് ഇന്നേ വരെ ഒരു നന്മയും ലഭിച്ചിട്ടില്ല. ഭർത്താവിനോടുള്ള ഈ നിസ്സാര മനോഭാവത്തെ വളരെ ഗൗരവത്തോടെയാണ് ഇസ്ലാം കാണുന്നത്. തന്റെ കുടുംബത്തിനു വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന പുരുഷന്റെ അധ്വാനത്തെ വിലമതിക്കാതിരിക്കുന്നത് അള്ളാഹുവിന്റെ അതൃപ്തിക്ക് കാരണമാകും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് ആ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണക്കാരായ മനുഷ്യരോട് നന്ദി കാണിക്കുക എന്നതും. ചെറിയ കാര്യങ്ങളിൽ പോലും സംതൃപ്തി കണ്ടെത്തുകയും ഭർത്താവിനോട് കടപ്പാടുള്ളവരായിരിക്കുകയും ചെയ്യുന്നവർക്കാണ് ഇസ്ലാം വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നത്. ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം ദാമ്പത്യ ജീവിതത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ആഡംബര ജീവിതവും യാത്രകളും സമ്മാനങ്ങളും കാണുമ്പോൾ സ്വന്തം ഭർത്താവ് നൽകുന്ന സ്നേഹത്തെയും സൗകര്യങ്ങളെയും വിലകുറച്ചു കാണുന്ന പ്രവണത പലരിലും കണ്ടുവരുന്നു. അവർക്കത് കിട്ടി, എനിക്കിത് കിട്ടിയില്ല എന്ന താരതമ്യം ഭർത്താവിനോടുള്ള നന്ദികേടിലേക്കും മാനസികമായ അകൽച്ചയിലേക്കും നയിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഭൗതിക കാര്യങ്ങളിൽ നമ്മെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കാനാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ സാധിക്കൂ. മറ്റൊരു പ്രധാന വിഷയം ഭർത്താവിന്റെ കഠിനാധ്വാനത്തെ അംഗീകരിക്കാത്തതാണ്. വീടിന് പുറത്തു പോയി ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ പ്രയത്നിക്കുന്ന പുരുഷന് തന്റെ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹപൂർണമായ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോ ആണ്. എന്നാൽ വീട്ടിലെത്തുമ്പോൾ പരാതികളുടെ കെട്ടഴിക്കുന്നതും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നതും വലിയൊരു തെറ്റായി ഇസ്ലാം കാണുന്നു. നന്ദിയുള്ള ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ ചെറിയ നേട്ടങ്ങളെപ്പോലും അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് മാനസികമായ കരുത്ത് പകരുകയും ചെയ്യുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന അക്ഷമയാണ് മറ്റൊരു വശം. ജീവിതത്തിൽ എപ്പോഴും ഒരേ അവസ്ഥയായിരിക്കില്ല. ചിലപ്പോൾ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അദ്ദേഹത്തോടൊപ്പം ക്ഷമയോടെ നിൽക്കുകയാണ് വേണ്ടത്. നിങ്ങളിൽ നിന്ന് എനിക്കൊരു ഗുണവും കിട്ടിയിട്ടില്ല എന്ന ആ ഒരൊറ്റ വാക്ക് ഭർത്താവിന്റെ മനസ്സിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കും. ഇത്തരം സംസാരങ്ങൾ ഒഴിവാക്കണമെന്നും സംതൃപ്തിയുള്ളവരായിരിക്കണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പരസ്പരമുള്ള വിട്ടുവീഴ്ച മനോഭാവം കുറയുന്നതാണ് ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും കാരണം. തന്റെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം ബോധവതിയാകുകയും കടമകളെ മറക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ഭർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കുക എന്നത് കേവലം ഒരു വാക്കിലൊതുങ്ങേണ്ടതല്ല, മറിച്ച് അത് പ്രവൃത്തിയിലൂടെയും പെരുമാറ്റത്തിലൂടെയും കാണിക്കേണ്ടതാണ്. റളിയല്ലാഹു അൻഹു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വഹാബികളുടെ ജീവിതം പരിശോധിച്ചാൽ അവർ പ്രയാസഘട്ടങ്ങളിൽ പോലും ഭർത്താക്കന്മാർക്ക് നൽകിയ പിന്തുണയും നന്ദിയും നമുക്ക് വലിയ മാതൃകയാണ്. ഭർത്താവിനോടുള്ള നന്ദികേടും അതിൻ്റെ അനന്തരഫലങ്ങളും എത്രത്തോളം ഗൗരവകരമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇത് കേവലം ഒരു കുടുംബ പ്രശ്നമല്ല, മറിച്ച് ഒരാളുടെ പരലോക ജീവിതത്തെ പോലും ബാധിക്കുന്ന കാര്യമാണ്. ദമ്പതികൾക്കിടയിലെ സ്നേഹവും കാരുണ്യവും അള്ളാഹുവിന്റെ വലിയൊരു അടയാളമായാണ് ഇസ്ലാം വിശേഷിപ്പിക്കുന്നത്. ഭർത്താവ് തന്റെ കുടുംബത്തിനു വേണ്ടി ചിലവാക്കുന്ന ഓരോ രൂപയും ഓരോ തുള്ളി വിയർപ്പും
പ്രതിഫലാർഹമായ ധർമ്മമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇത്രയധികം കഷ്ടപ്പെടുന്ന ഭർത്താവിനെ അംഗീകരിക്കാതിരിക്കുകയോ അദ്ദേഹത്തിന്റെ സേവനങ്ങളെ നിസാരവൽക്കരിക്കുകയോ ചെയ്യുന്നത് ആ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തും. തനിക്ക് ലഭിച്ച സൗകര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്താത്ത മനസ്സ് ഒരിക്കലും സമാധാനം അനുഭവിക്കില്ലെന്ന് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്ദികേടിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് വെറുതെയല്ല. ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോട് നന്ദിയുള്ളവളായിരിക്കുമ്പോൾ അവൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവളായി മാറുന്നു. കാരണം മനുഷ്യരോട് നന്ദി കാണിക്കാത്തവർ അള്ളാഹുവിനോടും നന്ദി കാണിക്കില്ല എന്നതാണ് പ്രമാണം. ഭർത്താവിന്റെ പരിമിതികളെ ഉൾക്കൊള്ളാനും അദ്ദേഹത്തിന് മാനസികമായ കരുത്തു നൽകാനും കഴിയുന്നവളാണ് ഉത്തമയായ ഭാര്യ. ഒരു ചെറിയ പോരായ്മയുടെ പേരിൽ അതുവരെ ലഭിച്ച നന്മകളെല്ലാം മറന്നുപോകുന്നത് വിശ്വാസിയുടെ സ്വഭാവമല്ല. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇതിന് വലിയൊരു ഉദാഹരണം ഇബ്രാഹിം അലൈഹിസ്സലാം, തന്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാം എന്നിവരുടെ ജീവിതത്തിൽ കാണാം. ഒരിക്കൽ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മകനെ കാണാൻ മക്കയിലെത്തി. അന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം അവിടെയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയോട് ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് തിരക്കിയപ്പോൾ അവർ തന്റെ ഭർത്താവിനെക്കുറിച്ചും വീട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ചും വല്ലാതെ പരാതി പറയുകയും നന്ദികേട് കാണിക്കുകയും ചെയ്തു. മടങ്ങുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു സന്ദേശം നൽകി: നിന്റെ വീടിന്റെ ഉമ്മരപ്പടി മാറ്റിക്കളയാൻ ഭർത്താവിനോട് പറയുക. ഇസ്മായിൽ അലൈഹിസ്സലാം തിരിച്ചെത്തിയപ്പോൾ വിവരമറിഞ്ഞു. ആ ഉമ്മരപ്പടി തന്റെ ഭാര്യയാണെന്നും നന്ദികേട് കാണിക്കുന്നവളായതുകൊണ്ട് അവളെ ഒഴിവാക്കാനാണ് പിതാവ് സൂചിപ്പിച്ചതെന്നും അദ്ദേഹം മനസ്സിലാക്കി. പിന്നീട് അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു. കുറച്ചു കാലത്തിനു ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം വീണ്ടും വന്നപ്പോൾ പുതിയ ഭാര്യയോട് കാര്യങ്ങൾ തിരക്കി. അപ്പോഴും ജീവിതം പ്രയാസത്തിലായിരുന്നുവെങ്കിലും ആ സ്ത്രീ അള്ളാഹുവിനെ സ്തുതിക്കുകയും ഭർത്താവിനെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. അന്ന് പ്രവാചകൻ പറഞ്ഞു: നിന്റെ വീടിന്റെ ഉമ്മരപ്പടി ഭദ്രമായി സൂക്ഷിക്കാൻ പറയുക. കൃതജ്ഞതയുള്ള ഒരു സ്ത്രീ കുടുംബത്തിന് നൽകുന്ന ഭദ്രതയാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പത്നിമാരോട് കാണിച്ച നീതിയും അവർ തിരിച്ചു നൽകിയ ആദരവും വലിയ പാഠമാണ്. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ സാമ്പത്തികമായും മാനസികമായും പിന്തുണച്ചത് നന്ദിയുള്ള ഒരു പങ്കാളി എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ്. ഭർത്താവിനോട് നന്ദിയുള്ളവളായിരിക്കുക എന്നത് ഒരു അടിമത്തമല്ല, മറിച്ച് കുടുംബത്തിൽ സമാധാനവും നിലനിർത്താനുള്ള ദൈവികമായ മാർഗമാണ്. ഒരു ഉത്തമ കുടുംബം കെട്ടിപ്പടുക്കുന്നതിൽ ഭാര്യയും ഭർത്താവും പുലർത്തേണ്ട കൃതജ്ഞതയും ഉത്തരവാദിത്തങ്ങളും വളരെ വലുതാണ്. കേവലം ഉപദേശങ്ങൾക്കപ്പുറം പ്രായോഗികമായി ജീവിതത്തിൽ പകർത്തേണ്ട ചില കാര്യങ്ങൾ. ദാമ്പത്യത്തിൽ സന്തോഷം നിലനിൽക്കാൻ ഏറ്റവും പ്രധാനം പരസ്പരമുള്ള അംഗീകാരമാണ്. ഭർത്താവ് കൊണ്ടുവരുന്ന ചെറിയ സമ്മാനങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിനു വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ചെറിയ സഹായങ്ങളോ ആകട്ടെ, അതിന് നന്ദി പറയാൻ ഭാര്യ തയ്യാറാകണം. ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വളരെ നല്ലതാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ ഇത്രയധികം കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള സ്നേഹവാക്കുകൾ ഒരു പുരുഷന് നൽകുന്ന ആവേശം ചെറുതല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നതനുസരിച്ച് ഇത്തരം വാക്കുകൾ ദമ്പതികൾക്കിടയിലെ സ്നേഹം വർദ്ധിപ്പിക്കുകയും പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ സേവനങ്ങളെയും വിലമതിക്കണം. വീട്ടുജോലികളും കുട്ടികളുടെ കാര്യങ്ങളും നോക്കുന്ന ഭാര്യയോട് നന്ദിയുള്ളവനായിരിക്കുക എന്നത് ഭർത്താവിന്റെ കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കാറുണ്ടായിരുന്നു എന്നത് നമുക്ക് വലിയ മാതൃകയാണ്. ഭാര്യയുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതും അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നതുമാണ് ഉത്തമനായ പുരുഷന്റെ ലക്ഷണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ആഗ്രഹങ്ങൾ ഒഴിവാക്കുന്നത് നന്ദികേട് ഇല്ലാതാക്കാൻ സഹായിക്കും. മറ്റുള്ളവരുടെ വീടും വസ്ത്രവും കണ്ട് സ്വന്തം ഭർത്താവിനെ സമ്മർദ്ദത്തിലാക്കുന്നത് ഒഴിവാക്കണം. ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ ശീലിക്കുന്ന സ്ത്രീക്ക് തന്റെ ജീവിതത്തിൽ വലിയ സമാധാനം കണ്ടെത്താൻ കഴിയും. അള്ളാഹു നൽകിയ വിഹിതത്തിൽ തൃപ്തിപ്പെടുക, ഖനാഅത്ത് എന്നത് വിശ്വാസിയുടെ വലിയൊരു ഗുണമാണ്. ഇത് കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് ഇസ്ലാം ഉറപ്പു നൽകുന്നു. പ്രയാസങ്ങൾ വരുമ്പോൾ പരസ്പരം പഴിചാരുന്നതിന് പകരം ചേർത്തുപിടിക്കുക എന്നതാണ് മറ്റൊരു കാര്യം. ഭർത്താവിന് ജോലി നഷ്ടപ്പെടുകയോ ബിസിനസ്സിൽ തകർച്ചയുണ്ടാവുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നതിന് പകരം നമുക്കിതിനെ അതിജീവിക്കാൻ കഴിയും, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ഭാര്യയാണ് യഥാർത്ഥത്തിൽ തന്റെ ഭർത്താവിനോട് നന്ദി കാണിക്കുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ കാണിക്കുന്ന ക്ഷമയ്ക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകും. ഭർത്താവിനോടുള്ള നന്ദി എന്നത് അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ ഓരോരുത്തർക്കും സാധിക്കണം. റളിയല്ലാഹു അൻഹു എന്ന് വിളിക്കപ്പെടുന്ന പ്രവാചക അനുചരന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ അവർ എത്ര വലിയ ദാരിദ്ര്യത്തിലും തങ്ങളുടെ ഭാര്യമാരോട് കരുണ കാണിച്ചതും ഭാര്യമാർ അവരോട് നന്ദി കാണിച്ചതും കാണാൻ സാധിക്കും.
അത്തരമൊരു സ്നേഹബന്ധം നമ്മുടെ വീടുകളിലും വളർത്തിയെടുക്കാൻ നാം പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് സമാധാനമുള്ള ഒരു കുടുംബം. ആ സമാധാനം നിലനിർത്താനുള്ള താക്കോൽ പരസ്പരമുള്ള നന്ദിയും അംഗീകാരവുമാണ്. ഭർത്താവ് തന്റെ കഴിവിനപ്പുറം കഠിനാധ്വാനം ചെയ്യുന്നത് തന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ ഓരോ ഭാര്യയ്ക്കും സാധിക്കണം. ചെറിയ കുറവുകളുടെ പേരിൽ വലിയ നന്മകളെ മറന്നുകളയുന്ന സ്വഭാവം ഒഴിവാക്കി ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുന്നത് വഴി അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. നന്ദിയുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുന്നതിലൂടെ ഈ ദുനിയാവിലും പരലോകത്തും വിജയിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സന്തോഷകരമായ ഒരു ദാമ്പത്യം എന്നത് കേവലം ഭൗതികമായ സൗകര്യങ്ങളിലല്ല, മറിച്ച് പരസ്പരമുള്ള സ്നേഹത്തിലും വിട്ടുവീഴ്ചയിലുമാണ് അടങ്ങിയിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മാതൃകകൾ ജീവിതത്തിൽ പകർത്താനും ഭർത്താവിനോടും കുടുംബത്തോടും നന്ദിയുള്ളവരായി ജീവിക്കാനും നമുക്ക് കഴിയണം. റളിയല്ലാഹു അൻഹു എന്നും റളിയല്ലാഹു അൻഹ എന്നും വിശേഷിപ്പിക്കപ്പെട്ട മഹത്തുക്കളുടെ ജീവിതം നമ്മുടെ വീടുകളിലും പുലരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പങ്കാളികളോട് നന്ദിയുള്ളവരായിരിക്കാനും അവരുടെ സേവനങ്ങളെ വിലമതിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഞങ്ങളുടെ മനസ്സുകളിൽ നിന്ന് നന്ദികേടും പരാതികളും നീ നീക്കം ചെയ്യുകയും നീ നൽകിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തി കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ വീടുകളെ സ്വർഗതുല്യമാക്കുകയും പരലോകത്ത് നിന്റെ തൃപ്തി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ.